അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ മിറാജ് നോമ്പിൻ്റെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കുക. അതേപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇത് നമ്മൾ റിച്ച് മോന് പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ, അവിടുന്ന് അവരയച്ചു തന്നതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, മക്കൾക്ക് അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷക്കാരല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അൺബോക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയതേനി കേട്ടോ. അപ്പോൾ അതായതായാലും കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള. നോട്ട് ബുക്ക് ഉണ്ട്, പേനുണ്ട്, അവരെ കലണ്ടർ ഉണ്ട്, അതേപോലെ പെൻസില്, കട്ടർ, ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. അപ്പോൾ റിച്ച് മോൻ ഏതായാലും ഹാപ്പി ആയിക്കണം. റിച്ച് മോൻ മാത്രം സ്കൂളിട്ട് എത്തിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ സ്കൂളിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ ഇനി ഓൻ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ടേബിളിൽ നിരത്തി കാണുമ്പം അവന് ഭയങ്കര സന്തോഷമായിക്കാരം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതേനും, പക്ഷേ അത് ഒരുപാട് ലെങ്ത്ത് കൂടുതലായിപ്പോയി, അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. നമ്മളെ റിച്ച് മോനും അതേപോലെ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. മാത്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിന് ആദ്യം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണമൊക്കെ ഉണ്ട്. പിന്നെ അതിലൊരു ഡാർക്ക് ഫാൻറ്റസിൻ്റെ പാക്കും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി ഒരു കപ്പും ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗിഫ്റ്റൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ അതേപോലെ തന്നെ റിച്ച് മോനില്ലല്ലോ, അപ്പോൾ ഓൻ വന്നപ്പോൾ തന്നെ ഞങ്ങളിതൊക്കെ അൺബോക്സ് ചെയ്തൊക്കെ ടേബിളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഓൻ സ്കൂളിട്ട് വന്ന് കണ്ടപ്പം ഓനക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തന്ന ഇൻ്റർവെല്ലിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി നമുക്ക് നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പത്തിരി ഉണ്ടാക്കണം, അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ ജ്യൂസ് വേണം, പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാനൊരു 3:30 ആയപ്പോഴാണ് കേട്ടോ കിച്ചണിൽ വന്നത്. കാരണം അന്നത്തെ ദിവസം നമ്മൾ വീഡിയോ ഇടാനൊക്കെ വൈകിയിട്ടുണ്ടേനി. ഫോൺ സ്റ്റക്കായി നിന്നതുകൊണ്ട് കുറച്ച് സമയം വൈകിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. പിന്നെ നോമ്പും അല്ലേ, കുറച്ച് ചെറിയൊരു ക്ഷീണമൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിനി. അങ്ങനെ കിച്ചണിലേക്ക് എത്തി നമ്മൾ ചിക്കനൊക്കെ നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ല ഐസായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കന് ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അതിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഐസ് പെട്ടെന്നൊന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ട്. പിന്നെ ബാബു കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ, എന്താ ജ്യൂസ് അടിക്കേണ്ടത് എന്നൊക്കെ. പിന്നെ നമുക്ക് നോമ്പ് തുറക്ക് ഉമ്മയും ഇപ്പയും അതേപോലെ നമ്മൾ അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് നോക്കിയപ്പം ഇതിൽ ഓറഞ്ച്, പേരക്ക, അതേപോലെ മുന്തിരിയൊക്കെയാണ് ഇട്ടുള്ളത്. അപ്പോൾ പേരക്കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പേരക്ക ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ പേരക്ക ജ്യൂസ്. ഞങ്ങൾ ഇവിടെ ഈ വേനൽക്കാലമായ അധികം ഇടയ്ക്കൊക്കെ പേരക്ക കൊണ്ടുവരും, പേരക്ക കൊണ്ട് ജ്യൂസ് അടിച്ചു വെക്കും കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ, അതേപോലെ ബാബുവൊക്കെ പണി കയറി വരുന്ന ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പേരക്ക ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു പേരക്ക ജ്യൂസ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പേരക്ക എടുത്തിട്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴുകിയാണ്ട് ഒരു പീലറും വെച്ചാണ്ട് ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാബു തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് തരുന്ന പരിപാടിയൊക്കെ നോക്കിക്കോളും. അപ്പോൾ എന്നോട് പറഞ്ഞിനി ഞാൻ ജ്യൂസ് അടിച്ചോണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ, ബാബുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു ജ്യൂസ് അടിച്ചോളും. പിന്നെ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ സമയം പോണത് തന്നെ അറിയില്ല. പിന്നെ നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കണം. അപ്പോൾ അത് ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തു. ബാബു അതായത് തൊലിയൊക്കെ കളയുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിക്കാണ്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. ഐഫുക്കുട്ടിൻ്റെ സ്കൂൾ വിട്ടിട്ടുണ്ട്. ചിഞ്ചുമോൾക്ക് ഇന്ന് എക്സാമാണ്. ചിഞ്ചുമോളും എത്തിയിട്ടില്ല, അതേപോലെ മഞ്ജുമോൾ സ്കൂൾക്ക് പോയിക്കാണ്, മഞ്ജുമോളും എത്തിയിട്ടില്ല. റിച്ചുമോനൊക്കെ നോമ്പാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നോമ്പാകുമ്പോൾ നമുക്ക് ഉമ്മമാർക്ക് എല്ലാം ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് നോമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് ഉണ്ടാക്കിയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും, അല്ലാതെ പത്തിരിയൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. എനിക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷെ മക്കൾ നോമ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ക്ഷീണം കുഴക്കൊക്കെ അതിലേ പോകണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബാബു ഇവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പത്തിരിക്ക് പൊടി വാട്ടാൻ വെള്ളം വെച്ചിനി. അപ്പോൾ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്.
പിന്നെ പത്തിരി ഉണ്ടാക്കാൻ അരിപ്പൊടി ഇല്ലേനി കേട്ടോ കയ്യിൽ. അപ്പോൾ ഞാനൊരു പാക്ക് പത്തിരിപ്പൊടി കൊണ്ടുവന്നിട്ട് ആ ഒരു പാക്കറ്റ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിക്കണത്. അപ്പോൾ പൊടിയൊക്കെ വാട്ടി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാബു അവിടെ പേരക്ക തൊലിയൊക്കെ കളഞ്ഞാണ്ട് പിന്നെ അതാ ജാറിലിട്ട് ജ്യൂസൊക്കെ അടിക്കണുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിക്കുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പത്തിരിക്കും പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെയാണ് ഉണ്ടാക്കലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. പിന്നെ പേരക്ക ജ്യൂസ് അടിക്കുമ്പോൾ പാലും കൂടെ ചേർത്ത് അടിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പാലില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ നല്ല കട്ടിയായിക്കാരം കേട്ടോ ഈ ഒരു പേരക്ക ജ്യൂസ്. കുറച്ച് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ലൂസാക്കിയിട്ട് കുടിക്കേണ്ട ആൾക്കാർക്ക്. ഇത് നല്ല കുറുകിയിട്ടുള്ള ജ്യൂസ് ആയിക്കാരം കേട്ടോ. അപ്പോൾ ബാബു ഇതാ പാലും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പേരക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സവാളൻ്റെ പിന്നെ തൊലി കളയലും അരിയലൊക്കെ കഴിഞ്ഞു, തക്കാളിയൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോക്കെ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും നമ്മളെ കണ്ണും അവിടേക്ക് എത്തണം. അപ്പോൾ ഇതാ ജ്യൂസ് അടിച്ചിട്ട് അരിപ്പിന്ന് ചാടണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് പിന്നെ അടിച്ചാൽ മതി. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് കേട്ടോ, അരിപ്പിന്ന് ചാടണില്ല. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് സ്പൂണൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ നല്ലോണം അതിൻ്റെ പഴുപ്പും കാര്യങ്ങളൊക്കെ താഴേക്ക് പോന്നു. ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല കട്ടിയായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തപ്പോൾ അതിൻ്റെ അടിക്ക് ഇങ്ങനെ അതിൻ്റെ പഴുപ്പ് ചാടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തോളി അറിഞ്ഞാണ്ട് ബാബുവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടോ. പിന്നെ ഞാനിതാ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ ഐസ് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേനോ, അപ്പോൾ പെട്ടെന്ന് ഐസൊക്കെ വിട്ട് പോന്നിനി കേട്ടോ. പിന്നെ ഞാൻ കഴുകി ഓട്ടപാത്രത്തിലാക്കി വെച്ചിനി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ചോർന്നൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടിക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാളയാണ് കേട്ടോ ഞാൻ അതിലേക്ക് എടുത്തിനത്. ഒരു സവാളയും ചെറിയ 2 തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ 2-3 പച്ചമുളകും പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് തോനുണ്ട് കേട്ടോ കറി. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടികളും ചേർക്കണ്ടേ. പിന്നെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് പിന്നെ കളർ കുറവാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അത്ര ചേർത്തത്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇതിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഞാൻ തേങ്ങയൊക്കെ വറുത്തരക്കുന്ന സമയത്തും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടേനും അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേണം നമുക്ക് നമ്മളെ പത്തിരിപ്പണിക്ക് നിൽക്കാൻ കേട്ടോ. അപ്പോൾ പത്തിരിപ്പണി കഴിയുമ്പോഴത്തേന് ഇത് പിന്നെ വന്തോളും. പിന്നെ പത്തിരി ചുട്ടെടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ നമ്മളെ പുറത്തത്തെ അടുപ്പാണ് കേട്ടോ കത്തിച്ചിട്ടുള്ളത്. ഈ കല്ലുമ്മലുള്ള അടുപ്പാണ് കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടോ ഞാൻ അത് വെച്ച് കൊടുത്ത സമയത്ത്. അതിലാവുമ്പം എല്ലാ വറകും കത്തിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് ചകിരി അതും ഇതൊക്കെ ഉണ്ടേനി. അപ്പോൾ അങ്ങനെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പുറത്തൊരു അടുപ്പൊക്കെ കണ്ടങ്ങൾ അത് നമ്മളെ ഐഫക്കുട്ടിൻ്റെ ആണ് കേട്ടോ. ഓൾ കളിക്കുന്ന സ്ഥലമാണത്. ഓൾക്കുണ്ട് കേട്ടോ അടുപ്പും ചട്ടിയൊക്കെ. അപ്പോൾ നമ്മളെ പഴയ ചട്ടി ഞാൻ ഉപയോഗിക്കാത്ത ചട്ടി കൊടുത്തതേനി അത്. എന്നിട്ട് അതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചും എന്നിട്ട് പിന്നെ അടുപ്പിൽ നിന്ന് വിറകും പിന്നെ കനലൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയാണ്ട് അടുപ്പ് കത്തിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഉണ്ടാകുമ്പോഴേ ചെയ്യുള്ളൂ, അല്ലാത്തുമ്പോൾ അങ്ങനെ ചെയ്യലൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ അങ്ങനെയൊക്കെ കളിക്കുമ്പം ഓലെ കളിക്കാൻ അയക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ പറയും പിന്നെ മേത്തി ചളിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചീത്ത അറിയാലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയലൊന്നുമില്ല കേട്ടോ. കാരണം എന്താ അറിയോ, ഫോണുമ്മേലേക്കാരം അല്ലെങ്കിൽ ഫുൾ ടൈം വീട്ടിലുണ്ടാകുമ്പോൾ അധികം ഫോണുമ്മേലേക്കാരം. അപ്പോൾ എൻ്റെ ഫോൺ അങ്ങനെ കിട്ടുമൊന്നുമില്ല, എന്നാലും ഇവിടെ വീട്ടിൽ വെക്കുന്ന ചെറിയൊരു ഫോണുണ്ട്. അപ്പോൾ അതിന്മേലേക്കാരം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ടായതുകൊണ്ട് നെറ്റ് കഴിയുന്ന പേടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ അകത്തുണ്ട് ഒരു കളി കേട്ടോ. നമ്മൾ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചേക്കും. എന്നിട്ട് വലിയ ഷാളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നങ്ങാണ്ട് ആ ഷാളാകെ വിരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വാരി വലിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു അരിക്ക കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്ന് കളിച്ചോളും. എന്തെങ്കിലുമൊക്കെ തിന്നാനും കൊടുത്താൽ അവിടെ കുത്തിർന്ന് തിന്നും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. പിന്നെ ബാബുവിൻ്റെ ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളത് ഫ്രിഡ്ജിലും കൊണ്ടുപോയി വെച്ചിട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും തണുത്താൽ പറ്റില്ല. പിന്നെ മധുരം ഞങ്ങളിടുന്ന അത്ര മധുരം അവർക്ക് വേണ്ട. അപ്പോൾ കുറച്ച് മധുരമൊക്കെ ആക്കിയിട്ട് ഓരതവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളതൊക്കെ ഫ്രിഡ്ജിൽ തണുക്കാനും വേണ്ടി കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പത്തിരിൻ്റെ പൊടിയൊക്കെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ എത്ര എളുപ്പം കൊണ്ട് പത്തിരി കുഴച്ചെടുത്തില്ലേ, പത്തിരിപ്പൊടി കുഴച്ചെടുത്ത് ഉരുളകളാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ കറി ഒന്ന് വന്ന് നോക്കിയപ്പം കറിയൊക്കെ നല്ലോണം തിളച്ച് കുറച്ച് നേരം ആക്കണം കേട്ടോ തിളച്ചിട്ട്. അപ്പോൾ ഇനി ചിക്കനൊക്കെ ഇപ്പോൾ പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിരുന്നല്ലോ, അത് കട്ട് ചെയ്തിട്ട് അതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് പത്തിരി പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ചിഞ്ചുമോളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നീന് കേട്ടോ. അപ്പോൾ പിന്നെ പത്തിരി ഇങ്ങനെ പ്രസ്സിലിട്ടാണ്ട് അമർത്തി തരുന്നൊക്കെ ഉണ്ട് ഒരു. അപ്പോൾ ഞാൻ വേഗം പത്തിരി പരത്തിയെടുക്കണോണ്ട് പത്തിരി നമ്മൾ പ്രസ്സിലിട്ടുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അത്രക്കാണ് വലുതായി കിട്ടൂല കേട്ടോ. പിന്നെ കട്ടിയേക്കാരം പത്തിരി. അപ്പോൾ പരത്തിയെടുക്കണ പത്തിരി ആണെങ്കിലോ നല്ല നൈസായിട്ടുള്ള പത്തിരിയേക്കാരം. പിന്നെ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ, ഷേപ്പൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ പത്തിരിൻ്റെ കുഴ അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. ആ ചൂടോട് കൂടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. നമ്മൾ പിന്നെ പത്തിരിപ്പൊടി കുഴച്ചെടുക്കണ സമയമൊക്കെ ആയപ്പോഴത്തേന് ചൂടാറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ വക്കൊക്കെ കണ്ടില്ല ഞങ്ങൾ, ഞാൻ നാൾ ചപ്പാത്തി പരത്തുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ വക്കൊക്കെ പിന്നെ ശരിയാവണമെന്നുണ്ടെങ്കിൽ നല്ലോണം കുഴക്കണം എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ പത്തിരിക്ക് കുഴ കുറവാണ്. അപ്പോൾ എന്തായാലും പത്തിരിയൊക്കെ ഞാൻ അവിടെ പരത്തി വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ബാബു സവാള അരിഞ്ഞു തന്നിട്ടുണ്ടായിന് കേട്ടോ, നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള. അത് വാട്ടാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്ത് അതൊക്കെ ഒക്കെ കൂടെ മിക്സ് ആക്കി കൊടുത്തു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. പിന്നെ എന്തെങ്കിലും ആ ഒരു സമയത്ത് വോയിസ് കൊടുക്കണ്ട, അതുകൊണ്ട് പറയണം. പിന്നെ ഒരു കുപ്പിൻ്റെ അടപ്പൊക്കെ എടുത്തിട്ട് ഇതാ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതൊക്കെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഗ്യാസുമ്മ ബാബു പൊരിച്ചോളൂ കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ എന്താ പത്തിരിയും ചൂട പുറത്തടുപ്പിൽ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ പിന്നെ വറുക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ അവിടെ ഗ്യാസുമ്മൽ. അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തേങ്ങ വറുത്തത് അരച്ച് കറിക്കൊക്കെ ഒഴിച്ചെടുത്ത് കറി വെന്തപ്പം പിന്നെ കറി തൂമിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറിൻ്റെ പരിപാടി ഇവിടെ തീർന്നു. പിന്നെ കട്ട്ലേറ്റ് ഞാൻ കുറച്ച് ഇതേപോലെ ആക്കിയിട്ടുള്ളതിന് കേട്ടോ, ബാക്കി പിന്നെ ബാബുവാണ് ചെയ്തത്. പിന്നെ ഞാൻ ഹസ്ബൻഡിനെ അങ്ങനെ ബാബു ബാബു വിളിക്കണ കേട്ടിട്ട് ചില കൂട്ടുകാർക്കൊക്കെ പിന്നെ ഒരു എന്തോ പോലെ തോന്നണുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അതങ്ങനെ ശീലമായി പോയിട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളവിടെയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുക, ഹസ്ബൻഡുമാരെ വീട്ടിൽ വിളിക്കണ പേരാണ് കേട്ടോ വിളിക്കുക. ഇനിയിപ്പോൾ ഇക്കാന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കട്ടെ ചോദിച്ചാൽ എന്നോട് അങ്ങനെ വിളിക്കണ്ടെന്ന് പറയും. ഇന്നെ ബാബു എന്ന് തന്നെ വിളിച്ചാൽ മതി പറയട്ടോ. അങ്ങനെ അങ്ങോട്ട് ശീലമായി പോയതാണ് കേട്ടോ, അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെന്ത് ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം നമുക്ക് പത്തിരി ചുടാനുള്ള കല്ല് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. കല്ലുമ്മൽ പത്തിരി ചുടുമ്പോൾ പിന്നെ പെട്ടെന്ന് തീർന്നോളും. 2 3 ഒക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാമല്ലോ. പിന്നെ അത് ചൂടായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേഗം കട്ട്ലേറ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട്ലേറ്റൊക്കെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ബാബു അത് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാബുവിന് എന്തെങ്കിലുമൊക്കെ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ഓയിൽ വാരണം കേട്ടോ. എനിക്കാണെങ്കിലോ കുറച്ച് ഓയിൽ വാർന്നാൽ മതി. ഞങ്ങൾ രണ്ടാളും തിരക്കൂടും കേട്ടോ അതിന്. കുറേ ഓയിൽ വാർന്നാലുള്ളൂ ശരിക്കും നല്ലോണം മുങ്ങി ഫ്രൈ ആയി വരിക പറയും ബാബു. അപ്പോൾ ഞാൻ പറയും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കട്ട്ലേറ്റ് പൊരിച്ചെടുത്ത ഓയിൽ പിന്നെ ഒന്നിനും പറ്റൂല, പിന്നെ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു ഈ ഇങ്ങോട്ട് നോക്കണ്ട, അത് ഞാൻ എന്തെങ്കിലും കാട്ടിക്കൊണ്ട് ഈ പോയി പത്തിരി ഇട്ടോ എന്ന് പറഞ്ഞു. പിന്നെ പത്തിരി ഇമ്മ ചുടുന്നുണ്ടായിട്ടോ ഇവിടെ. പിന്നെ ഞാൻ വന്നുകൊണ്ട് പത്തിരിയൊക്കെ ചുടൽ തുടങ്ങി. പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടും ഇന്ന ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ അതേപോലെ ഒരുപാട് പ്രശ്നത്തിലാണ്, അപ്പോൾ എനിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കമൻറ്റിലൂടെ പറയലുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പടച്ചവനോട് പറയുക, അതേപോലെ ക്ഷമിച്ചാലുള്ളൂ നമുക്ക് എവിടെ എത്താൻ പറ്റുക. ക്ഷമ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റില്ല. പിന്നെ എപ്പോഴും നമ്മളെ പഠിച്ചവനെ ഇടങ്ങേറാക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയല്ലുള്ളൂ ജീവിതമാവുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചവനെ മറക്കൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്താണെങ്കിലും അതൊക്കെ സഹിച്ച് നല്ല രീതിയിൽ നമ്മളെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടുണ്ടാവും നോക്കുക. പഠിച്ചവനോട് നല്ല രീതിയിൽ ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റും. തവക്കൽത്തു അലല്ലാഹ്, പഠിച്ചവനെ വിട്ടുകൊടുക്കുക അല്ലേ. അപ്പോൾ ഞങ്ങൾ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ അതാ പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടേനി ബാബു. അപ്പോൾ പൊറോട്ടയും പത്തിരിയും ഒക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ റിച്ചുമോന് സമയമല്ല കേട്ടോ. റിച്ചുമോന് ഭയങ്കര വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കട്ട്ലേറ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരാടാന്ന് ചോദിച്ചപ്പോൾ ഓനക്ക് ഇപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബാബു പറഞ്ഞു എന്നാൽ ഞാനും ഉണ്ട് പറഞ്ഞാണ്ട് ഓര് രണ്ടാളും ടേബിളിൽ വന്നിരുന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാനിനിപ്പോൾ ഓർക്ക് ഫുഡ് എടുത്ത് കൊടുക്കട്ടെ. പിന്നെ ഉമ്മ നിസ്കരിക്കണുള്ളൂ, അതേപോലെ കുട്ടികളൊക്കെ നിസ്കരിച്ച് വരുന്നുള്ളൂ.
അപ്പോൾ നോമ്പ് തുറക്കാനായപ്പോൾ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളപ്പം അല്ല, അപ്പനെ കാണാത്ത എന്താ വെച്ചാൽ ഇപ്പൊക്ക് പണി ഉണ്ടായിന് കേട്ടോ. ഇപ്പോൾ പണിക്കോ ഇതാണ്. അപ്പോൾ പണി കഴിഞ്ഞാണ്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അപ്പനെ കാണാത്തത്. അപ്പോൾ നോമ്പല്ലേ, കുട്ടികളൊക്കെ നോമ്പ് നോറ്റതുമല്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പനെ കാത്തിക്കാതെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെയാണ്, കാട്ടിക്കൊക്കെ അല്ലേ പണിക്ക് പോവുക. അപ്പോൾ അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരണമെങ്കിൽ ചിലപ്പോൾ സമയം വൈകും. ഇപ്പാക്ക് ലോഡിങ്ങിൻ്റെ പണിയാണ് കേട്ടോ. ഈ കാട്ടിൽ മരമൊക്കെ കയറ്റൂലേ, അങ്ങനത്തെ പണിയാണ് കേട്ടോ. ഈ നമ്പർ ലോക്കൽ അങ്ങനെയൊക്കെ പറയാലോ, അങ്ങനത്തെ പണിയാണ്. അപ്പോൾ നമ്മൾ റിച്ചുമോന് ഭയങ്കര ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടായിന് കേട്ടോ. ഒരു 4:30-5 മണിയൊക്കെ ആവണം, ആ ഒരു സമയത്താണ് ഓന് ക്ഷീണം കുഴക്കം ഉണ്ടായിരുന്നത്. അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ലേനി. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്താ ഞാൻ നല്ലോണം കുഴങ്ങിക്കണം, ഇനിയിപ്പോൾ എന്താ കാട്ടുക ചോദിച്ചു. അപ്പോൾ നോമ്പ് മുറിക്കണമെങ്കിൽ മുറിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോമ്പ് മുറിക്കണില്ല എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കടന്ന് ഏതായാലും ബാങ്കൊക്കെ കൊടുത്തപ്പോൾ പിന്നെ ഓനക്ക് എന്തൊക്കെയാണ് തിന്നണ്ടേന്ന് അറിയണില്ല ഇനി. പിന്നെ സുന്നത്ത് നോമ്പല്ലേ, കഴിയുമെങ്കിൽ നോറ്റാൽ മതി എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞതാണ്. അപ്പോൾ ഓന് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോറ്റതാണ് കേട്ടോ. പിന്നെ ഇതാ ഐഫക്കുട്ടിയും പറഞ്ഞിട്ടുണ്ടേനി ഇനി ബെൽച്ചക്ക് വിളിക്കണം എന്നൊക്കെ. പക്ഷേ ഓളെ ഞാൻ വിളിച്ചിട്ടില്ലേനി കേട്ടോ. ഓളെ ഞങ്ങൾ നീച്ചത് അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിക്കാണെങ്കിൽ ഓക്ക് നോമ്പേക്കാരം. അപ്പോൾ ഓൾ ഇവിടെ അടുപ്പത്ത് കയറി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത്. പിന്നെ ഉമ്മാൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങളും പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ ഈ വർഷത്തെ മിറാജ് നോമ്പ് എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത വർഷം ആരുണ്ടാവുമെന്ന് പറയാൻ പറ്റൂലല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പഠിച്ചോ മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.